സ്വപ്ന സുരേഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി സ്വപ്ന സുരേഷ്, നയതന്ത്ര സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ബംഗളൂരു വരെ യാത്ര ചെയ്യുന്നതിന് എം.ആർ. അജിത് കുമാറിന്റെ സഹായമുണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഭീഷണിയും സ്വപ്ന നേരിട്ടിരുന്നു എന്നുമാണ് സരിത്ത് വ്യക്തമാക്കുന്നത്. അതൊക്കെ തന്നെയാണോ സരിതയും സ്വപ്നയ്ക്കും പറയാനുള്ളത്? 100%. I don't have anything against that allegation because that is the truth. It is not an allegation, it is the truth. ശിവശങ്കർ സാറാണ് നമ്മളെ ആ ട്രിപ്പ് മൊത്തം ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മിസ്റ്റർ അജിത് കുമാർ. ദിസ് ഇസ് വാട്ട് ശിവശങ്കർ സാർ ടോൾഡ് സന്ദീപ് ഡ്യൂറിങ് അവർ ട്രാവൽ. ബിക്കോസ് എം.ആർ. അജിത് കുമാർ പറയുന്ന റൂട്ട് ചൂസ് ചെയ്താൽ മാത്രമേ ചെക്കിംഗ് ഇല്ലാതെ നമുക്ക് ബോർഡർ ക്രോസ് ചെയ്ത് കർണാടകയിൽ എത്താൻ പറ്റത്തുള്ളൂ എന്നാണ് ശിവശങ്കർ സാർ ഫോൺ വിളിച്ച് സന്ദീപിനോട് പറയുന്നത് നമ്മൾ വണ്ടിയിലിരുന്ന് കേട്ടത്. അതായത് സ്വപ്ന, നമുക്കറിയാം ലോക്ക്ഡൌൺ കാലത്ത് കനത്ത ബന്ദോബസ്താണ്, എല്ലായിടത്തും പോലീസ് ചെക്കിംഗ് ഉണ്ട്. പക്ഷേ നിങ്ങളെ സുരക്ഷിതമായി കൃത്യമായി ബംഗളൂരുവിലേക്ക് എത്തിക്കുക, അതിന്റെ ഉത്തരവാദിത്വം ഇവിടെ എം.ആർ. അജിത് കുമാർ തന്നെ ഏറ്റെടുക്കുകയാണ്. ഓബ്വിയസ്ലി, ബിക്കോസ് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ കഴിയില്ലല്ലോ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് പോലീസ് ഓർ ബിക്കോസ് അവരാണല്ലോ ചെക്കിങ്ങിന് റോഡ് നീളെ നിൽക്കുന്നത്. ആൻഡ് ഐ ഗെസ് അന്ന് ട്രിപ്പിൾ ലോക്ക്ഡൌണും ആയിരുന്നല്ലോ. അപ്പോ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി 100% വേറൊരാളുടെ സഹായമില്ലാതെ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഫോർ ഹിം. അതെ, അതോടൊപ്പം ഒരു കാര്യം കൂടി, നിങ്ങളെ സുരക്ഷിതമായി ബംഗളൂരുവിലേക്ക് എത്തിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് സ്വപ്നയെ അവിടെ നിന്നും നാഗാലാൻഡിലേക്ക് കടത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു എന്നാണ് സരിത്ത് നമ്മളോട് വ്യക്തമാക്കിയത്. അതിനുശേഷം എന്താണ് ഉണ്ടാകുക എന്നുള്ള ഒരു ഭയവും സരിത്ത് പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഭീഷണി അല്ലെങ്കിൽ ജീവന് തന്നെ ആപത്തിലേക്ക് എത്തിക്കും, ജീവൻ തന്നെ അപായത്തിലാകുമെന്നുള്ളൊരു ഭയം സ്വപ്നയ്ക്കുണ്ടായിരുന്നു. ഇരിക്കുന്നവരുടെ ഏക ഉദ്ദേശം റൈറ്റ് ഫ്രം ദ ബിഗിനിങ് എല്ലാ ഇൻവെസ്റ്റിഗേഷനും എന്നിൽ നിലയ്ക്കണം, എന്നിൽ നിൽക്കണം എന്നായിരുന്നല്ലോ, എന്നാണ് ഈ നിമിഷം വരെയും ഞാൻ മനസ്സിലാക്കുന്നതും അത് തന്നെയാണ്. അപ്പോ എന്നെ ബാംഗ്ലൂരിൽ എന്റെ ഫാമിലി, ബിക്കോസ് എന്റെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു ആ സമയത്ത്. എന്റെ മക്കളെ വിട്ടിട്ട് എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പോലും ചിന്തിക്കാൻ പോലും പറ്റാതെ എന്റെ ഡ്രെയിൻ ആയിട്ട് ഇരിക്കുന്ന സമയം ഇവരെയൊക്കെ ഒബേ ചെയ്യുക എന്നുള്ളത് മാത്രം ഒരു വിശ്വാസത്തിന്റെ പുറത്ത് രക്ഷിക്കും, അല്ലെങ്കിൽ ഞാനൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് ഇവരെ ഒബേ ചെയ്ത് പോവുമായിരുന്നു. അന്നേരം പിന്നീടാണ് മനസ്സിലാവുന്നത് ബാംഗ്ലൂരിൽ നിന്നും എന്നെ മഹാരാഷ്ട്രയിലോട്ട് മാറ്റി അവിടെ നിന്ന് എന്നെ നാഗാലാൻഡിൽ വിത്തൗട്ട് മൈ ഫാമിലി, ബാംഗ്ലൂരിൽ നിന്നും എന്റെ ഫാമിലിയെ തിരിച്ചു വിടുകയും എന്നെ അവിടെ നിന്ന് നാഗാലാൻഡിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യാണ് അവരുടെ മാസ്റ്റർ പ്ലാൻ. അപ്പോ വൈ ഷുഡ് ഐ ഗോ ടു നാഗാലാൻഡ്? ഈ ഒരു ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരും നാഗാലാൻഡിലോട്ട് മാറണമല്ലോ. അപ്പൊ എന്നിൽ ഇത് നിർത്തുക, എന്നെ ഫിനിഷ് ചെയ്യുക, ഇതായിരുന്നു അവരുടെ പ്ലാൻ. അതായത് സ്വപ്ന, നമുക്കറിയാം അന്ന് എം.ആർ. അജിത് കുമാർ ക്രമസമാധാന ചുമതല വഹിക്കുന്നില്ല. എന്നിട്ടും അദ്ദേഹം വലിയ രീതിയിൽ തന്നെയാണ് ഇതിൽ ഇടപെടുന്നത്. നിങ്ങളെ കൃത്യമായി ബംഗളൂരുവിൽ എത്തിക്കുക, തെളിവുകൾ നശിപ്പിക്കുക എന്നതിലടക്കം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്. എം.ആർ. അജിത് കുമാർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ മുഖ്യമന്ത്രിക്കും കൂടി കൃത്യമായി അറിവുള്ളതാണ് എന്ന് തന്നെയല്ലേ നമുക്ക് അനുമാനിക്കേണ്ടത്? ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. ലോ ആൻഡ് ഓർഡറിന്റെ ഡെസിഗ്നേഷനിൽ ഒരു വ്യക്തി ഇരിക്കുന്നില്ല എന്നും പറഞ്ഞ് ഹി ഈസ് നോട്ട് എക്സ്ക്ലൂഡഡ് ഫ്രം ദ പോലീസ് കാറ്റഗറി. He is a most powerful, influential and trustworthy person to the CM's office and to the CM personally. And of course, he is helping the principal secretary of the chief minister. അപ്പൊ പിന്നെ അവിടെ ഡെസിഗ്നേഷനോ ഡിപ്പാർട്ട്മെന്റോ ഒരു ഇതുപോലത്തെ പവർഫുൾ മാനിപ്പുലേറ്റേഴ്സിന് ഉണ്ടാക്കും എന്ന് എങ്ങനെ പറയാൻ പറ്റും? കേരളം ഇവരുടെ കയ്യിലാണല്ലോ. അതെ ശ്രീമതി സ്വപ്ന, അതെ, ഒരു ചോദ്യം കൂടി. താങ്കൾ എത്രമാത്രം കടുത്ത മാനസികാവസ്ഥയിലായിരുന്നു ആ സമയങ്ങളിലെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്.
ഇനിയും തുടർ ഭീഷണികൾ ഉണ്ടാകും, ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പക്ഷേ നിങ്ങളെ വകവരുത്താനുള്ള ശ്രമങ്ങൾ തന്നെ ഇനിയും ഉണ്ടാകും? കാരണം ഇപ്പോൾ വീണ്ടും തുറന്ന പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ് സരിത്തിന്റെ ഭാഗത്തു നിന്നും. അതോടൊപ്പം അത് സ്ഥിരീകരിക്കുന്നത് തന്നെയാണ് സ്വപ്നയും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെയൊക്കെ വകവരുത്തി കളയാം എന്നുള്ള ഒരു മനോഭാവം ഇവർ ഇനിയും വച്ചു പുലർത്തും എന്ന് സ്വപ്ന കരുതുന്നുണ്ടോ? 100% ഉണ്ട്. ബിക്കോസ് നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കേസ് കൊണ്ടുവന്ന് തലയിൽ ചുമത്തി തരിക, നമ്മളുടെ വക്കീലുകളെ ട്രാപ്പ് ചെയ്യുക, സരിത്തിനെ പട്ടാപ്പകൽ ഗുണ്ടകളെ ഉപയോഗിച്ച് കിഡ്നാപ്പ് ചെയ്യുക, ത്രെറ്റ് കോൾസ് ഉണ്ടാക്കുക. ഏത് രീതിയിലും ഇവര് നമ്മളെ ഡിസ്ട്രോയ് ചെയ്യും, ഏത് രീതിയിലും ഏത് അറ്റം വരെ ഇവർ പോകുമെന്നുള്ളത് ഐ എം 100% ഷുവർ. പക്ഷെ മരണം ഇറ്റ്സ് ഓൺലി വൺ ടൈം. അതൊരു ഡിഗ്നിഫൈഡ് മരണമായിക്കോട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ. ബിക്കോസ് ഞാൻ തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും ഈ ദൈവത്തിന്റെ സഹായം കൊണ്ട് ഇതേവരെ ഒരു തെറ്റും ഒരു കള്ളവും ഞാൻ പറഞ്ഞിട്ടുമില്ല, ഒന്നും മറിച്ച് തെളിഞ്ഞിട്ടുമില്ല. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? ഇവര് മിണ്ടാതെ ഇരിക്കില്ല, നമ്മളെ ഇനിയും ഉപദ്രവിക്കും. പക്ഷെ വി വിൽ ഫൈറ്റ് ടിൽ ഗോഡ് ഇസ് ഓൺ ആർ പാർട്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. സ്വപ്ന, ഒരു കാര്യം കൂടി അതോടൊപ്പം സ്വപ്ന പറയുകയുണ്ടായി, പലപ്പോഴും വരുന്ന ഫോൺ കോളുകൾ സന്ദീപ് കാറിനുള്ളിലിരുന്ന് സംസാരിക്കാതെ പുറത്തുപോയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത്. ഈ സരിത്തിനെ സമ്മർദ്ദത്തിലാക്കിയത് പോലീസ് ഏറ്റവും കൂടുതൽ പറയാൻ പ്രേരിപ്പിച്ചതും ഇതിൽ മുഖ്യമന്ത്രിയുടെ പേരും മകളുടെ പേരും പറയരുത് എന്നായിരുന്നല്ലോ. സന്ദീപിന്റെ ഭാഗത്തു നിന്ന് സ്വപ്നയ്ക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നോ ഈ യാത്രാവേളയിൽ എപ്പോഴെങ്കിലും? എന്നെ കൊണ്ട് മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വോയിസ് റെക്കോർഡിംഗ് എടുപ്പിച്ചതും സന്ദീപാണല്ലോ. ഇഫ് യു റിമെമ്പർ, എന്റെ ഫസ്റ്റ് ഓഡിയോ ക്ലിപ്പ് ഞാൻ അബ്സ്കോണ്ടിങ് ആയതിനു ശേഷം, അല്ലെങ്കിൽ എന്നെ അബ്സ്കോണ്ടിങ് ആക്കിയതിനു ശേഷം ഓണറബിൾ ചീഫ് മിനിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്റെ ആദ്യത്തെ ഓഡിയോ ചെയ്യിച്ചതും ഇവരൊക്കെ തന്നെയാണല്ലോ. അതെ, തീർച്ചയായും അത് കൃത്യമായി തന്നെ ഓർക്കുന്നുണ്ട്. അതോടൊപ്പം സ്വപ്ന, നാഗാലാൻഡിലേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അത് എങ്ങനെയാണ് അവിടെ വെച്ച് നിന്നത്? അവിടെ വെച്ച് നിന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഐ ആസ്ക്ഡ് മൈ എക്സ് ഹസ്ബൻഡ് ജയശങ്കർ ദെൻ എങ്ങനെയെങ്കിലും വെളിയിൽ പോയിട്ട് ഒരു ഫോണും ഒരു സിം കാർഡും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. ബിക്കോസ് ഐ വാസ് അഗെയിൻസ്റ്റ് ദിസ് ഐഡിയ ഓഫ് ട്രാവലിംഗ് വിത്ത് ദീസ് പീപ്പിൾ ബിക്കോസ് ഐ ന്യൂ ദാറ്റ് മൈ ലൈഫ് ഇസ് അണ്ടർ ത്രെറ്റ്. ഒരു മര്യാദയായ ഒരു റെസ്ക്യൂ അല്ലെങ്കിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ ഫാമിലി ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. എന്റെ ഒന്നും അറിഞ്ഞുകൂടാത്ത 2 കൊച്ചു മക്കളെ എനിക്ക് കൊണ്ടുപോയേ പറ്റൂ. അതില് പ്രായപൂർത്തിയായ മകളാണ് കൂടെ ഉള്ളത്. അപ്പൊ ആ കുട്ടിയെ കളഞ്ഞിട്ടും എന്റെ മോനെ കളഞ്ഞിട്ടും ഒറ്റയ്ക്ക് പോയി രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇറ്റ് സ്ട്രക്ക് മീ ദാറ്റ് it is not a correct track, but I am getting trapped. And എനിക്കൊരു കംബാക്ക് ഇല്ല. അപ്പോ we tried to contact, നമ്മളുടെ ഫോൺസ് എല്ലാം സന്ദീപ് വാങ്ങിച്ചു. We were out of connection with the world. We do not know what was happening. I was not aware of anything that was happening around me. But slowly I realized that I was becoming the kingpin to every offense that was committed by others. അങ്ങനെ when I put a stop, when I tried to contact my daughter's friends through Instagram and other things, എനിക്ക് തോന്നുന്നു ഇവർക്ക് എങ്ങനെയോ ഇത് മനസ്സിലായി. ബിക്കോസ് ഏറ്റവും വലിയ ചതി എനിക്ക് ഉണ്ടാവുന്നത് ശിവശങ്കർ സാറിന്റെ കയ്യിൽ നിന്നാണെങ്കിലും എന്റെ നീക്കങ്ങളും എന്റെ കാര്യങ്ങളും മനസ്സിലാക്കാൻ എന്റെ എക്സ് ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ട്. ഇവർക്ക് ചാഴപ്പണി നടത്തുന്നുണ്ട്. പുള്ളിക്കാരന് കിട്ടുന്ന ബെനിഫിറ്റ്സ് വെച്ചിട്ട് അദ്ദേഹം എന്റെ നീക്കങ്ങളും എന്റെ ഡിസിഷൻസും സന്ദീപിനും ശിവശങ്കർ സാറിനും ടൈമിലി കൊടുത്തുകൊണ്ടിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട്. അതെ സ്വപ്ന, അതോടൊപ്പം നമുക്കറിയാമല്ലോ ഈ ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ എത്രത്തോളം ഗുരുതരമാണെന്ന് അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നല്ലോ. ഇവിടെ ഈ സ്വർണം പൊട്ടിക്കലടക്കം അതോടൊപ്പം പലതരത്തിലുള്ള ഭീഷണി, ഇതിന് എതിരെ നിൽക്കുന്നവരെ വകവരുത്താനുള്ള ശ്രമങ്ങൾ, ഇങ്ങനെ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ MLA MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത്. അതുമാത്രമല്ല ADGP സ്ഥാനത്തേക്ക് ആരാണ് നിയമിച്ചത് എന്നുള്ളതും പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യം തന്നെയാണ്. സ്വപ്നയെ വകവരുത്താനുള്ള ഉദ്ദേശം 100% ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളൊരു ധാരണ സ്വപ്നയ്ക്ക് തുടക്കം മുതൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻറ്റ്യൂഷൻ പോലെയെങ്കിലും തോന്നിയിരുന്നോ?
അതല്ലേ ബാംഗ്ലൂരിൽ എത്തിക്കഴിഞ്ഞപ്പോ നാഗാലാൻഡിലോട്ട് കടത്തും എന്നുള്ളത് അവരെ വായിന്ന് കേട്ട് കഴിഞ്ഞപ്പോ ശിവശങ്കർ സാർ പിന്നെ എന്നോട് സംസാരിക്കാതെ സന്ദീപിനോട് മാത്രം സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഒബ്വിയസ്ലി ബുദ്ധി ഇല്ലാത്ത ഒരു വ്യക്തിയല്ലല്ലോ ഞാൻ. എനിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. ബിക്കോസ് ഞാൻ പെട്ടെന്ന് ഷോക്ക്ഡ് ആയിട്ട് ഒരു മെന്റലി ഐ വാസ് നോട്ട് നോർമൽ. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളുടെ സമയം എനിക്ക് എടുക്കേണ്ടി വന്നു. പിന്നെ എനിക്ക് വെളി ലോകമായിട്ടോ എന്റെ വീട്ടുകാരുമായിട്ടോ എനിക്ക് വേറെ ആരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. എന്റെ മക്കളെയും കെട്ടിപ്പിടിച്ചിരുന്ന് കരയുക എന്നുള്ളതല്ലാതെ ഐ ഡോണ്ട് നോ വാട്ട്സ് നെക്സ്റ്റ്. സോ ഐ വാസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ശിവശങ്കർ സർ ടു റെസ്ക്യൂ മീ, ടു ഹെൽപ്പ് മീ, ടു പ്രൊട്ടക്ട് മീ. ബട്ട് ഇതൊന്നും സംഭവിക്കാതായി 4 ദിവസം കഴിയാറായപ്പോ ഐ തോട്ട് കം ഓൺ, ഐ ആം ഗെറ്റിംഗ് ട്രാപ്ഡ് and there is no comeback if I don't take a decision on my own. And that's how all this came into track, into place. സ്വപ്ന, സമയക്കുറവുണ്ട് എന്ന് അറിയാം. അവസാനമായി ഒരു ചോദ്യം കൂടി. എന്തായാലും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഉന്നതർ ആരൊക്കെ എന്നുള്ളത് വ്യക്തമാണ്. കൂടുതൽ ഉന്നതർ ഉണ്ട് എന്ന് തന്നെയാണ് സരിത്ത് വ്യക്തമാക്കുന്നത്. സ്വപ്നയ്ക്കും ഈ ഒരു മാഫിയ സംഘം അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉന്നതർ പൊതുസമൂഹത്തിലൊക്കെ അവർ വലിയ മാന്യത നടിക്കുന്നവരാണ്. ഒരു ഉന്നത സംഘം തന്നെ ഇതിനു പിന്നിലുണ്ട് എന്ന് തന്നെയല്ലേ സ്വപ്ന കരുതുന്നത്? ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് നിങ്ങൾക്കും ബോധ്യമുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ടെങ്കിൽ 100% ഉന്നതര് മാത്രമേ ഈ കളി കളിക്കത്തുള്ളൂ. ഈ പ്ലേ ഗ്രൗണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ്. അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം, എക്സ്പ്ലോയിറ്റ് ചെയ്യാം, ഡിസ്ട്രോയ് ചെയ്യാം. ദ പവർ ഇസ് വിത്ത് ദം, not with people like us, not with people who are ultimately becoming the scapegoat. I can very clearly put a point into this that Mr. M.R. Ajit Kumarne കുറിച്ച് ഈ വിവാദങ്ങൾ തുടങ്ങിയപ്പോൾ I wanted to become a part of it and I put my comments alla. Yesterday News 18 came out with this breaking news and they started calling me, asking me about Shad Kiran's confession or declaration. And that points out to the truth that Sarith was kidnapped, എന്റെ പേരിൽ കേസ് എടുത്തു, ആൻഡ് ഇതിന്റെ എല്ലാത്തിന്റെ പിന്നിൽ അപ്പോഴാണ് നമ്മൾ റിയാലിറ്റിയിൽ കൂടി ചിന്തിക്കുന്നത്. ഓ മൈ ഗോഡ്, ദിസ് ഗൈ വാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ ട്രാൻസ്പോർട്ടിംഗ് മീ ഓൾ ദ വേ ഫ്രം കേരള ടു കർണാടക ആൻഡ് ഫ്രം ദർ സോ ഓൺ. So I thought, okay, it's time to say the truth that this gentleman has some role to play in this entire scam along with Shivshankar sir and the others involved. അതെ, രക്ഷകരായി ചമഞ്ഞ് വകവരുത്തുക, തെളിവുകൾ മുഴുവൻ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഉദ്ദേശം. വാങ്ങിക്കുക, വീണ്ടും ഇല്ലാത്ത കുറെ കേസുകൾ തലയിൽ ചുമത്തുക, മെന്റലി ടോർച്ചർ ചെയ്യുക, അതിന്റെ പേരിൽ ഇന്റർഗേഷൻ എന്ന് പറയുക, ഒരു 7 അംഗ സംഘം വരുന്നു, അങ്ങനെ കേസ് ഇങ്ങനെ കേസ് എന്നും പറഞ്ഞ് മടുത്തു. ഇനി എത്ര കേസ് തന്നാലും സത്യം വെളിയിൽ വന്നിരിക്കും. ഇതിൽ നിന്നും ആരും രക്ഷപ്പെട്ടു പോകാൻ പോകുന്നില്ല. ബിക്കോസ് ഇങ്ങനെ ഓരോ സ്കേപ്പ് ഗോട്ടിന് എന്തെങ്കിലും വിവാദം വരുമ്പോൾ എറിഞ്ഞു കൊടുത്ത് ബലി കൊടുത്തിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം കഴിഞ്ഞു. തിങ്സ് ആർ ഗോയിങ് ടു ചേഞ്ച് ഫ്രം നൗ ഓൺ. വളരെ നന്ദി ശ്രീമതി സ്വപ്ന സുരേഷ് പ്രതികരിച്ചതിന്.